ഹായ്, കെമിസ്ട്രി ഇഷ്ടായില്ലേ? ഞാൻ വിചാരിച്ചു കെമിസ്ട്രി അറിയാത്തോണ്ട് എല്ലാവരും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കുറച്ചും കൂടെ പഠിക്കാട്ടോ. നമ്മൾ ഇതുവരെ ഓർഗാനിക് എടുത്തില്ല. അപ്പൊ ഇന്ന് ആദ്യം തുടങ്ങണ തന്നെ ഓർഗാനിക് ആണ് കേട്ടോ. നമ്മൾ ഓർഗാനിക് അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതിയോ? പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ ഒരുപാട് സമയം കളയില്ല. സിലബസ് നമുക്ക് നോക്കാം. രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിന്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ലോഹങ്ങൾ, ലോഹനിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സിലബസിൽ എവിടെ നിന്നാണ്? ഇവിടെ കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പാർട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഓക്കെ അല്ലെ? നമുക്ക് വേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരുന്ന ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് പോവാം എവിടേക്ക്? ഓർഗാനിക് കെമിസ്ട്രി ട്ടാ. അപ്പൊ നമ്മൾ റെഡിയായി. നമ്മൾ ആദ്യം ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോണു. എന്റെ ഒപ്പം സ്പീഡിൽ എന്ത് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നു ഓർഗാനിക് കെമിസ്ട്രി ട്ടോ. ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ കാർബണിക രസതന്ത്രം അല്ലെ? കാർബണിക രസതന്ത്രം. അപ്പൊ നമ്മൾ ആരെ കുറിച്ചാണ് സ്വാഭാവികമായിട്ട് അവിടെ പഠിക്കുക? കാർബണിനെ പറ്റിയിട്ടാണ് അല്ലെ പഠിക്കുന്നത്? കാർബൺ. അപ്പൊ കാർബണിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ? ഞാൻ കുറച്ചു നേരത്തേക്ക് സിലബസ് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ സ്ലൈഡ് എടുക്കാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം ആരെ പറ്റി പഠിക്കാൻ പോണു? കാർബണിനെ പറ്റിട്ട്. കാർബണിനെ പറ്റിയിട്ട് നമ്മുടെ കാർബണിന്റെ ലോകം എന്നൊരു ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ഏത് ഓർഗാനിക് കെമിസ്ട്രിയും കൂടെ ഒന്ന് ഫ്യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത്. അപ്പൊ കാർബണിന്റെ ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആരെ പഠിക്കണം? കാർബണിന്റെ പ്രത്യേകത പഠിക്കണം അല്ലെ? കാർബൺ. ഓക്കെ, കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്ര? കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ് കേട്ടോ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 14ാമത്തെ ഗ്രൂപ്പിലാണ് കാർബൺ വരുന്നത്. ഓക്കെ, കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6. 14ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും മുകളിലായിട്ടാണ് കാർബൺ വരുന്നത്. ഇതിന്റെ കോൺഫിഗറേഷൻ 2, 4 എന്നാണ് അല്ലെ? 2, 4 എന്നാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ എഴുതുമ്പോൾ കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 2, 4. ഇവിടെയുള്ള 6 എണ്ണത്തിന് എന്ത് ചെയ്തു? 2, 4 എന്നിങ്ങനെ ആക്കി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു വെച്ചാൽ എത്ര പറയണം? 4 എന്ന് പറയണം. ഇനി അവിടുത്തെ വാലൻസി അല്ലെങ്കിൽ എന്താണ്? സംയോജകത. കാർബണിന്റെ സംയോജകത എത്രയാണെന്ന് ചോദിച്ചു വെച്ചാലും ഏത് തന്നെ പറയണം? 4 തന്നെയാണ് കേട്ടോ. 4 തന്നെയാണ് കാർബണിന്റെ എന്ത് സംയോജകത എന്ന് പറയുന്നത്. എന്താണ് സംയോജകത? അറിയാത്തവരുണ്ടോ? സംയോജകത എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നുമില്ല. അതായത് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നേ? വാലൻസി എന്ന് പറയും അല്ലെ? എന്താണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറഞ്ഞു വെച്ചാൽ? സംയോജകത എന്ന് പറഞ്ഞു വെച്ചാൽ ഈ 4 കാർബൺ ഉണ്ട് അല്ലെ? എല്ലാ ആറ്റങ്ങളും എന്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്? അവസാനത്തെ ഷെല്ലില് അഷ്ടക പൂർത്തീകരണം നടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില ആറ്റങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് അഷ്ടകം തയ്ക്കും. ചിലത് സ്വീകരിച്ചിട്ട് അഷ്ടകം തയ്ക്കും. ചിലത് എന്ത് ചെയ്യും? ഷെയർ ചെയ്തിട്ട് അഷ്ടകം തയ്ക്കും. അങ്ങനെ അവർക്ക് അഷ്ടകം തികയ്ക്കാൻ ഇനി എത്ര ഇലക്ട്രോൺ കൂടെ വേണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം, ആ എണ്ണത്തെ പറയുന്നതാണ് എന്ത്? സംയോജകത. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സംയോജകത എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു വെച്ചാൽ, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എന്താണ് സംയോജകത എന്ന് ചോദിച്ചു വെച്ചാൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയും. അത് തെറ്റാണ്. സംയോജകത എന്ന് പറഞ്ഞു വെച്ചാൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ല. ആ ബാഹ്യതമ ഷെല്ലില് അഷ്ടകം പൂർത്തീകരിക്കാൻ എത്ര ഇലക്ട്രോൺ വേണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്യണം, ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ? വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. ഇവിടെ ഇനി 4 എണ്ണവും കൂടെ ഷെയർ ചെയ്താലേ കാർബൺ എന്ത് തയ്യുള്ളൂ? അഷ്ടകം പൂർത്തിയാവുള്ളൂ. അതുകൊണ്ട് കാർബണിന്റെ സംയോജകത എത്രയാണെന്ന് ചോദിച്ചു വെച്ചാൽ 4 ആണ്. ഓക്കെ, ാണ് സംയോജകത എന്ന് മനസ്സിലായല്ലോ. അപ്പൊ കാർബണിന്റെ സംയോജകത എത്രയാണെന്ന് ചോദിച്ചു വെച്ചാൽ എത്രയാണ്? 4 ആണ് കേട്ടോ. കാർബണിന്റെ സംയോജകത 4 ആണ്. ഇനി കാർബണിന്റെ ഒരു പ്രത്യേകത എന്താണ്? കാർബണിന് കാറ്റിനേഷൻ പവർ ഉണ്ട്. കാറ്റിനേഷൻ പവർ കാർബണിനുള്ള ഒരു കഴിവാണ് കാറ്റിനേഷൻ പവർ. അതായത് കാർബണുമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയിനുകളായിട്ടോ റിംഗ് സ്ട്രക്ചറിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അതായത് കാർബണിനെ ചെയിന് പോലെ, അതായത് ഒരു കാർബൺ അല്ല, ഒരു അനേകം കാർബണുമായിട്ടും ബാക്കിയുള്ള എലമെന്റുമായിട്ടും ബോണ്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബണിനുണ്ട്. ആ കാർബണിന്റെ കാറ്റിനേഷൻ പവർ ആണ് നമ്മൾ കാർബണിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അല്ലെ? അങ്ങനെ നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? ഓർഗാനിക് കെമിസ്ട്രി. കാർബൺ ആണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്നത്? കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. കാർബണുമായിട്ടും ബോണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്ത് ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറും. അതിന്റെ ആ കഴിവിനെ നമ്മൾ പറയും കാറ്റിനേഷൻ പവർ. ഓക്കെ, കാറ്റിനേഷൻ പവർ ആർക്കുണ്ട്? കാർബണിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാർബണിക രസതന്ത്രം എന്ന് പറഞ്ഞ് അത് പ്രത്യേകം എടുത്തു പഠിക്കാൻ കാരണം. ഓക്കെ അല്ലെ? അപ്പൊ കാർബണിക രസതന്ത്രം എന്താണെന്ന് മനസ്സിലായി. കാർബണിക രസതന്ത്രം ഉണ്ടാവാനുള്ള കാർബണിന്റെ പ്രോപ്പർട്ടി ആണ് എന്ത്?
കാറ്റിനേഷൻ പവർ എന്ന് പറയുന്നത്. കാർബണിന് കാർബണുമായിട്ടും ബോണ്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഹൈഡ്രജനുമായിട്ടും ബോണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലെ? ഓക്കെ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ അതിന്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഈ 4 ഇലക്ട്രോണിന്റെ ഒരു കളിയാണെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത എന്താണ്? ബാഹ്യതമ ഷെല്ലിലെ എണ്ണം പറഞ്ഞു. ഇനി ഇത് ലോഹമാണോ അലോഹമാണോ? കാർബൺ ലോഹത്തിന്റെ സ്വഭാവമാണോ കാണിക്കുക അലോഹത്തിന്റെ സ്വഭാവമാണോ കാണിക്കാൻ ചോദിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും കാർബൺ എന്താണ്? ഒരു അലോഹമാണ് അല്ലെ, ഒരു അലോഹമാണ്, അല്ലെങ്കിൽ നോൺ മെറ്റൽ ആണ് എന്ത്? കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ സി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോണും 6 പ്രോട്ടോണും അതിനുണ്ട്. ഓക്കെ, 6 ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്. അതിന്റെ കോൺഫിഗറേഷൻ 2, 4 എന്നാണ്. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 4 ആണ്. വാലൻസി അല്ലെങ്കിൽ സംയോജകത 4 ആണ്. കാർബൺ ഇത്രയും സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കാരണം അതിന്റെ കാറ്റിനേഷൻ പവർ ആണ്. ഓക്കെ, ഇനി അത് എന്താണ്? അലോഹമാണ് കേട്ടോ. ഇത്രയുമാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോണത്? ഈ കാർബൺ എന്ത് ചെയ്യും? കാർബണിന്റെ രൂപാന്തരങ്ങൾ ഉണ്ട് അല്ലെ. നമ്മൾ കാർബണിക രസതന്ത്രത്തിൽ എന്ത് പറയുന്നുണ്ട്? കാർബണിന്റെ രൂപാന്തരങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ 2 ആയിട്ട് നമുക്ക് വിഭജിക്കാം കാർബണിന്റെ രൂപാന്തരങ്ങൾ. രൂപാന്തരങ്ങൾ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ രാസഗുണം ഒരേപോലെ ആയിരിക്കും, പക്ഷെ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, രാസപരമായി എല്ലാം കാർബൺ ആണ്, പക്ഷെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് ചെയ്യും? വ്യത്യാസം വരും. അങ്ങനെ കാർബണിന്റെ രൂപാന്തരങ്ങൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ രൂപാന്തരങ്ങൾ ഉണ്ടാക്കുന്നതും ആര് തന്നെയാണ്? കാർബൺ തന്നെയാണ്. അങ്ങനെ കാർബണിന്റെ രൂപാന്തരങ്ങളെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്നും വേറൊന്ന് അമോർഫസ് കാർബൺ എന്നും. ഓക്കെ, കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപങ്ങളും അതുപോലെ തന്നെ കരികളുടെ രൂപങ്ങളും, അങ്ങനെ 2 തരത്തിലെ കാർബണിന്റെ രൂപാന്തരങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട് അല്ലെ, കാണാൻ കഴിയും. അങ്ങനെ 2 ആയിട്ട് തിരിക്കാം, ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും അതുപോലെ തന്നെ അമോർഫസ് കാർബണും. ഓക്കെ, അപ്പൊ കാർബണിന്റെ രൂപാന്തരങ്ങളെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉള്ള ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എടുത്തു പറയണം വജ്രം അല്ലെ. വജ്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയമണ്ടിനെ എല്ലാം ഇടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ വജ്രം, രണ്ടാമത്തെ എന്താണ്? ഗ്രാഫൈറ്റ്, ഗ്രാഫൈറ്റ്, മൂന്നാമത്തെ ഗ്രാഫീൻ, നാലാമത്തെ ഫുള്ളറിൻ. ഇതാണ് എന്ത്? ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. കാർബണിന്റെ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള രൂപാന്തരങ്ങൾ ഇതൊക്കെയാണ്. മറ്റേത് എന്തൊക്കെ വരും? മരക്കരി, വിളക്കുകരി, പഞ്ചസാരക്കരി, അങ്ങനെ കൽക്കരി എല്ലാം എന്ത് വരും? അമോർഫസ് കാർബണിന്റെ രൂപമായിട്ട് വരും. കരി എന്ത് കണ്ടുവച്ചാലും അമോർഫസ് കാർബൺ ആണ്. ചിലപ്പോ ഇങ്ങനെ തന്നെ വരാം. നമുക്ക് വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, അതുപോലെ തന്നെ മരക്കരിന്നോ കൽക്കരിന്നോ എന്തെങ്കിലും തരാം. അപ്പൊ നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക, കൂട്ടത്തിൽ പെട്ടത് തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ രീതിയിൽ ഉത്തരം എഴുതണം. അവിടെ നിന്ന് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിന്റെ പോയിന്റ്സും കൂടെ പറഞ്ഞു പോവാം. ആദ്യമായിട്ട് പറയണു വജ്രം. വജ്രം സഹസംയോജക ബന്ധനാണ് കാർബൺ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. സഹസംയോജക ബന്ധനം, സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് ആണ് ആർക്കുള്ളത്? കാർബണിനുള്ളത്. എങ്ങനെയാണ് കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാവുക? ഷെയർ ചെയ്തിട്ട് അല്ലെ. അതായത് ഇപ്പൊ ഹൈഡ്രജൻ, കാർബൺ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യും? കാർബണിന് എത്ര എണ്ണം ഉണ്ട്? ഔട്ടർമോസ്റ്റ് ഷെല്ലില് 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഉണ്ട്. അതിന്റെ കൂടെയൊക്കെ ഇപ്പൊ ഹൈഡ്രോ കാർബൺസ് H വന്ന് നിൽക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരെണ്ണം അല്ലെ, ഒരെണ്ണം. ഇവര് തമ്മിൽ എന്ത് ചെയ്യും? ഒരു ബോണ്ട് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ കാർബണിന് ഇപ്പൊ എത്ര എണ്ണമായി? കാർബണിന്റെ 4 എണ്ണം, അത് പോരാതെ 4 ഹൈഡ്രജന്റെ ഓരോ എണ്ണം കൂടെ, അങ്ങനെ 8 എണ്ണം തികയും. ഹൈഡ്രജൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാർബണിന്റെ ഒന്നും കൂടെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യുമ്പോൾ ഹൈഡ്രജനും ഹാപ്പിയായി, കാർബണും ഹാപ്പിയായി. ഇങ്ങനെയാണ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന ബന്ധനം ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ സഹസംയോജക ബന്ധനം. ഓക്കെ, അപ്പൊ വജ്രവും എന്താണ്? കാർബണിന്റെ രൂപാന്തരം ആയതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ്? കോവാലന്റ് ബോണ്ടിങ് ആണ് വജ്രത്തിൽ വരുന്നത് കേട്ടോ. ഇനി വജ്രം വൈദ്യുതി കണ്ടക്ട് ചെയ്യോ? ഒരു വൈദ്യുത ചാലകമാണോ വജ്രം എന്ന് ചോദിച്ചു വെച്ചാൽ എന്താണ് ആൻസർ പറയേണ്ടത്? വൈദ്യുത ചാലകമാണോ? അല്ല, വൈദ്യുത ചാലകം അല്ല കേട്ടോ. വജ്രം എന്ത് കണ്ടക്ട് ചെയ്യില്ല? വാ എന്നല്ലേ തുടങ്ങുന്നത്? വാ എന്ന് തുടങ്ങുന്ന വജ്രം വൈദ്യുതി കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, വൈദ്യുതിയെ കടത്തിവിടാൻ വജ്രത്തിന് കഴിവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ടിങ് ആണ് വജ്രത്തിന്റെ ഉള്ളിലുള്ളത് കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ വജ്രത്തിന് എന്ത് ക്യാരി ചെയ്യാൻ പറ്റില്ല? വൈദ്യുതി ക്യാരി ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഉള്ളിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ പോലും ഇല്ല. ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? വൈദ്യുതിയെ നമുക്ക് ക്യാരി ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഫ്രീ ഇലക്ട്രോൺ പോലും ഇല്ലാത്ത വജ്രത്തിന് എന്ത് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവില്ല? വൈദ്യുതി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺ ഇല്ല. വൈദ്യുതി എന്തുകൊണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല? ചിലപ്പോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം, വജ്രം വൈദ്യുതി കണ്ടക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചു വെച്ചാൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, ടൈറ്റ്ലി കോവാലന്റ് ബോണ്ട് ചെയ്തെല്ലാം ഭയങ്കര ഒരു പിടുത്തത്തിൽ നിൽക്കുകയാണ്. അതിലൊരു ഫ്രീ ഇലക്ട്രോൺ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെന്ത് കടത്തിവിടാൻ പറ്റില്ല? വൈദ്യുതിയെ കടത്തിവിടാൻ പറ്റില്ല. ഓക്കെ, താപജാലകമാണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും വജ്രം എന്താണ്?
താപത്തിനെ കണ്ടക്ട് ചെയ്യും. വൈദ്യുതിയുടെ ഏറ്റവും കൂടുതൽ താപം താങ്ങാൻ കഴിവുള്ള ഒരു വസ്തു കൂടിയാണ് ഇത് വജ്രം എന്ന് പറയുന്നത്. വജ്രത്തിന്റെ പ്യൂരിറ്റി ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് താപം അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ താപത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വൈദ്യുതി എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും വജ്രത്തിന് എന്തില്ല? ഒരു നിറമില്ല. പക്ഷെ ചില എലമെന്റ്സിന്റെ സാന്നിധ്യം അതിന് എന്ത് കൊടുക്കുന്നു? നിറം കൊടുക്കുന്നു. ബോറോൺ ആണെങ്കിൽ, ബോറോൺ ആണ് അതിന്റെ കൂടെ ചേരുന്നതെങ്കിൽ നീല നിറത്തിലും, നൈട്രജൻ ആണ് ചേരുന്നതെങ്കിൽ മഞ്ഞ നിറത്തിലും വജ്രം കാണപ്പെടുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടുള്ള വജ്രത്തിന് എന്തില്ല? കളർലെസ് ആണ് കേട്ടോ. അതിന്റെ കൂടെ ബോറോൺ ചേരുകയാണെങ്കിൽ നീല നിറത്തിലും, നൈട്രജൻ ചേരുകയാണെങ്കിൽ മഞ്ഞ നിറത്തിലും വജ്രം കാണപ്പെടുന്നു. ഓക്കെ, പിന്നെ സുതാര്യമാണ്, ഭയങ്കര ട്രാൻസ്പാരന്റ് ആണ് എന്ത്? വജ്രം എന്ന് പറയുന്നത്. വൈദ്യുത ചാലകമല്ല, താപചാലകമാണ്. ഏറ്റവും കാഠിന്യമുള്ള രൂപമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉപയോഗം എന്താണ്? ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നു, ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത്രയും പഠിച്ചു വെച്ചാൽ വജ്രത്തിന്റെ കാര്യം നമ്മൾ ഓക്കെ ആവും. ഓക്കെ അല്ലെ? അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നമ്മൾ അപവർത്തനം പഠിക്കുമ്പോൾ അല്ലെ, അപവർത്തനം പഠിക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അതിന്റെ ബെൻഡിങ് ഉണ്ടാവും അല്ലെ? ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? അപവർത്തനം എന്ന് പറയുന്നത്. ആ അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണെന്ന് ചോദിച്ചു വെച്ചാൽ എത്രയാണ്? ഏതിനാണ്? വജ്രത്തിനാണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ വജ്രത്തിനാണ്. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കണോ, അതുപോലെ തന്നെ ഓർണമെന്റ് ആയിട്ടും എന്ത് ഉപയോഗിക്കണോ? വജ്രം ഉപയോഗിക്കണോ. വജ്രത്തിൽ നടക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ആൻസർ പറയും? പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനമാണ് ഏതിൽ നടക്കുന്നത്? വജ്രത്തിൽ നടക്കണം കേട്ടോ. പൂർണ്ണാന്തര പ്രതിപതനം നടക്കണമെങ്കിൽ എന്ത് വേണം? എന്താണ് അവിടുത്തെ മെയിൻ കണ്ടീഷൻ? എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം നടക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? പൂർണ്ണാന്തര പ്രതിപതനം നടക്കുള്ളൂ. അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ നോക്കി അതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ പ്രകാശം എന്ത് ചെയ്യും? ആ പോയ മാധ്യമത്തിൽ തന്നെ തിരിച്ച് പ്രതിപതിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയാ. അപ്പൊ പൂർണ്ണാന്തര പ്രതിപതനമാണ് വജ്രത്തിന്റെ ഉള്ളിലെ ആ തിളക്കത്തിന് കാരണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ വജ്രം കഴിഞ്ഞു കേട്ടോ. ടോട്ടൽ റിഫ്ലക്ഷൻ. ഓക്കെ കേട്ടോ. അപ്പൊ ഇത്രയും കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ വജ്രത്തിന്റെ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാഫൈറ്റിലേക്ക് പോവാണ്. ഗ്രാഫൈറ്റിന്റെ എന്തൊക്കെയാണ്? കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ക്രിസ്റ്റലീയ രൂപം. കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ക്രിസ്റ്റലീയ രൂപമാണ്. തെന്നിമാറാൻ കഴിവുണ്ട്. കാരണം ഓരോന്നും നമ്മുടെ പഞ്ചഭുജാകൃതിയിലും ഷഡ്ഭുജാകൃതിയിലുമുള്ള ഷഡ്ഭുജാകൃതി കേട്ടാ. ഇങ്ങനെ, അതായത് ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇങ്ങനെയാണ് വരിക. ഇതിന്റെ ഇടയിൽ എന്താണ്? വാൻഡർവാൾസ് ബലമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തെന്നി നീങ്ങാനുള്ള കഴിവുണ്ട്. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ബലമാണ് വാൻഡർവാൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് തെന്നി നീങ്ങാനുള്ള കഴിവ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ലൂബ്രിക്കൻസ് ആയിട്ട്, സ്നേഹകങ്ങളായിട്ട് എന്തിനാണ് ഉപയോഗിക്കുക? ഗ്രാഫൈറ്റിനെയാണ് ഉപയോഗിക്കുക. എവിടെ കാണുന്നു? പെൻസിലിന്റെ ലെഡിലൊക്കെ കാണുന്നു അല്ലെ? പെൻസിലിന്റെ അറ്റത്ത് നമ്മൾ എഴുതുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാഫൈറ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പൊ കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ക്രിസ്റ്റലീയ രൂപാന്തരം മൃദുവും തെന്നിമാറുന്നതുമാണ്. ചാരനിറമാണ്. വൈദ്യുത ചാലകമാണ്. ബാഷ്പീകരണശീലം ഇല്ല. ഇത്രയും എവിടെ പഠിക്കണം? ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഗ്രാഫൈറ്റിന്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ വജ്രം പഠിച്ചു, ഗ്രാഫൈറ്റ് പഠിച്ചു. അടുത്താണ് ഗ്രാഫീൻ. ഗ്രാഫീൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്ത് തന്നെയാണ്? അതായത് ഇതിന്റെ ഒക്കെ നമ്മുടെ ഗ്രാഫൈറ്റ് ആണെങ്കിലും ഫുള്ളറിൻ ആണെങ്കിലും അതിന്റെ ഒക്കെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫീൻ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫീൻ ആണ്. എവിടെയൊക്കെ ഉപയോഗിക്കണോ? ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളി. ഓക്കെ, ചിലപ്പോ അങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബണിന്റെ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളിയാണ് എന്ത്? ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ എന്നിവയുടെയൊക്കെ പ്രാഥമിക ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രാഫീൻ ആണ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലം ആർക്കുണ്ട്? ഗ്രാഫീനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമാണ് നാനോ ട്യൂബില് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. നാനോ ടെക്നോളജിയിൽ തന്നെ ഒരു വിപ്ലവം ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത് കാർബണിന്റെ രൂപാന്തരമായിട്ടുള്ള ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? ഫുള്ളറിൻ ആണ് കേട്ടോ. ഫുള്ളറിൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലും വലയങ്ങൾ ചേർന്ന പൊള്ളയായിട്ടുള്ള ഗോളീയ രൂപമാണ് എന്ത്? ഫുള്ളറിനുകൾ. അങ്ങനെ ഗോളീയ സ്ട്രക്ചർ ആണെങ്കിൽ അതിന് ബക്കി ബോൾസ് എന്നും, സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൽ ട്യൂബ് പോലെയാണെങ്കിൽ അതിനെ ബക്കി ട്യൂബ്സ് എന്നും പറയുന്നു. വിവര സാങ്കേതിക വിദ്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? നമ്മുടെ ബക്കി ബോൾസ് അല്ലെങ്കിൽ ബക്കി ട്യൂബ്സ് എന്നറിയപ്പെടുന്ന ഫുള്ളറിൻ. ഓക്കെ, ഇത്രയും അവിടെ പഠിക്കണം. അതിന്റെ ആ ബുക്കിൽ എന്തൊക്കെ കൊടുക്കണ്ടോ അത് അങ്ങനെ മനപ്പാടാക്കി വെച്ചാലും ഒരു പ്രശ്നമില്ല. അതേ രീതിയിൽ ചോദിക്കും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോ നിങ്ങൾ എന്നെ ആലോചിക്കും. അതേ രീതിയിൽ തന്നെയായിരിക്കും ചോദിക്കുക കേട്ടോ ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ. ഓക്കെ,
ഇനി അമോർഫസ് കാർബൺ കരിരൂപങ്ങളാണ് അമോർഫസ് കാർബൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അവിടെ വരാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, കാർബൺ പൂർണ്ണമായിട്ടും ഓക്സിജന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തെ നമ്മൾ പൂർണ്ണമായും കത്തിച്ചാൽ, ഓക്സിജന്റെ പ്രസൻസിൽ കത്തിച്ചാൽ അവിടെ ഉണ്ടാവുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക. ഇനി അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെയാണ് ഒരു ജ്വലനം നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഭാഗിക ജ്വലനം എന്ന് പറയും. അവിടെ നിന്ന് പുറത്തു വരുന്നത് വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് ആണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാർബൺ മോണോക്സൈഡ് അത് വിഷവാതകമാണ്. അത് നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ പോയി വെച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അത് നമുക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നമുക്ക് കാർബൺ മോണോക്സൈഡിന്റെ അത്ര പ്രശ്നമില്ല. ഓക്കെ, ഭാഗികമായ ജ്വലനം നടന്നാൽ പുറത്തേക്ക് വരുന്നത് CO ആണ്. പൂർണ്ണമായ ജ്വലനം ഓക്സിജന്റെ പ്രസൻസിൽ പൂർണ്ണമായ ജ്വലനം നടന്നു കഴിഞ്ഞു വെച്ചാൽ പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോവാണ്. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി, കാർബണിക രസതന്ത്രം, ഇത്രയും പഠിച്ചാൽ നമ്മുടെ എന്ത് തീർന്നു? കാർബണിന്റെ ലോകം കഴിഞ്ഞു. ഇനി അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് അതിന്റെ നാമകരണം ഒക്കെ പഠിക്കണം അല്ലെ? നാമകരണം പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് പൂരിത ഹൈഡ്രോ കാർബൺ, ഹൈഡ്രജനും കാർബണും ചേർന്ന രൂപത്തെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ അല്ലെ? ഹൈഡ്രജനും കാർബണും ആണ് അവിടെ ചേർന്നിരിക്കുന്നത്. ഇവിടെ കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പേരും അല്ലെങ്കിൽ കാർബണിന്റെ എണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണത്. ഓക്കെ, അപ്പൊ ഒരു കാർബൺ ആണ് വരുന്നതെങ്കിൽ അതിന് എന്ത് പറയും? മെത്ത് അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വേഗം റിവിഷൻ ആണ് ചെയ്യണത്. കാർബണിന്റെ എണ്ണം അവിടെ ഒന്നാണെങ്കിൽ നമ്മൾ മെത്ത് എന്ന് പറയും, രണ്ടെണ്ണം ആണെങ്കിൽ എത്ത് എന്ന് പറയും, മൂന്നെണ്ണം ആണെങ്കിൽ പ്രൊപ്പ് എന്ന് പറയും, നാലെണ്ണം ആണെങ്കിൽ ബ്യൂട്ട് എന്ന് പറയും, അഞ്ചെണ്ണം ആണെങ്കിൽ പെന്റ് എന്ന് പറയും, ആറെണ്ണം ആണെങ്കിൽ എന്താണ്? ഹെക്സ് എന്ന് പറയും, ഹെക്സ്. ഏഴെണ്ണം ആണെങ്കിൽ ഹെപ്റ്റ്, എട്ടെണ്ണം ആണെങ്കിൽ ഓക്ട്, ഒൻപതെണ്ണം ആണെങ്കിൽ നൺ, പത്തെണ്ണം ആണെങ്കിൽ ഡെക്ക്. ഓക്കെ, അറിയാലോ, എല്ലാവർക്കും അറിയാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഓക്കെ, മെത്ത്, ആദ്യത്തെ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഓക്കെ, 10 ഓക്കെ അല്ലേ? അങ്ങനെയാണ് കാർബണിന്റെ എണ്ണത്തെയാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി കാർബണിന്റെ ഇടയ്ക്ക് വരുന്ന ബോണ്ടുകൾ അനുസരിച്ച് നമ്മൾ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം എന്നിങ്ങനെ അറേഞ്ച് ചെയ്യുന്നു അല്ലെ? അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കാർബൺ എഴുതി CH4 എന്ന് എഴുതി കഴിഞ്ഞു വെച്ചാൽ ഈ ഫോർമുല നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എന്നാണ് പറയാ കേട്ടോ. അപ്പൊ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ശരിക്കും ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? കാർബണിന്റെ അവസാനം 4 കൈകൾ ഉണ്ടെന്ന് വിചാരിക്കുക. കാർബണിന് എത്ര കൈയുണ്ട്? 4 എണ്ണം. പുറത്തേക്ക് ആരെങ്കിലും വരൂ, ഞാൻ ബോണ്ട് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കണം. 4 കൈകൾ ആർക്കുണ്ട്? കാർബണിനുണ്ട് കേട്ടോ. ആ കാർബണിലേക്കാണ് എന്ത് പോയി നിൽക്കുന്നത്? ഈ 4 കൈകളിലേക്കാണ് ഹൈഡ്രജൻ പോയിട്ട് ഫില്ല് ചെയ്യണത്. ഇതാണ് CH4ന്റെ സ്ട്രക്ചർ. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയാണ് ഇങ്ങനെ എഴുതുന്നത്. കണ്ടൻസ്ഡ് ഫോർമുലയാണ് CH4 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഇടയിൽ ഓരോ ബന്ധനങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ പേരുകൾ എന്ത് ചെയ്യും? മാറി മാറി വരും അല്ലെ? അപ്പൊ ആ പേരാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോണത്. അപ്പൊ ഒരൊറ്റ ഏകബന്ധനം മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ പറയും എന്താണ്? ആൽക്കെയിൻ. എന്താണ് പറയാ? ഏകബന്ധനം. ബന്ധനമാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്? ആൽക്കെയിൻ. കാർബണിന്റെ ഇടയിൽ ഏകബന്ധനം വന്നാൽ അതിനെ നമ്മൾ പറയും ആൽക്കെയിൻ. ദ്വിബന്ധനം വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പറയും ആൽക്കീൻ. ഇനി ത്രിബന്ധനം വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പറയും ആൽക്കൈൻ. ഓക്കെ, ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? ALK ANE ALK ENE ALK YNE. ഓക്കെ, അപ്പൊ മലയാളത്തില് ഇതിന്റെ മുകളിൽ ചന്ദ്രക്കല, ഇവിടുത്തെ ഈ കെട്ടുവള്ളി, ഇവിടെ ഈ 2 എണ്ണം വരുന്നത് കേട്ടോ. ഇതാണ് നോക്കി വെക്കേണ്ടത്. ഏകബന്ധനമാണെങ്കിൽ നമ്മൾ ആൽക്കെയിൻ എന്ന് പറയും, ദ്വിബന്ധനമാണെങ്കിൽ ആൽക്കീൻ എന്ന് പറയും, ത്രിബന്ധനമാണെങ്കിൽ ആൽക്കൈൻ എന്ന് പറയും. പൂരിത ഹൈഡ്രോ കാർബൺ, ഈ 3 എണ്ണത്തിൽ പൂരിത ഹൈഡ്രോ കാർബൺ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? ആൽക്കെയിൻ ആണ് കേട്ടോ. ഏകബന്ധനം മാത്രമുള്ള ആൽക്കെയിനെയാണ് നമ്മൾ പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒക്കെ നമ്മൾ പഠിച്ചാണ്, എന്താണെന്ന് അറിയും. ഓക്കെ, അപ്പൊ ആൽക്കെയിൻ ഗ്രൂപ്പ് ആണ് പൂരിത ഹൈഡ്രോ കാർബൺ ഉദാഹരണം. അപൂരിത ഹൈഡ്രോ കാർബൺ ഉദാഹരണമാണ് ഏതൊക്കെ? ആൽക്കീനും ആൽക്കൈനും. ഓക്കെ, അപൂരിത ഹൈഡ്രോ കാർബൺ ഇതിൽ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏത് പറയണം? ആൽക്കീനും ആൽക്കൈനും. പൂരിത ഹൈഡ്രോ കാർബൺ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ മുകളിലത്തെ ഏകബന്ധനം മാത്രമുള്ള ആൽക്കെയിൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ കോമൺ ഫോർമുല ഉണ്ട്, അതെങ്ങനെയാണ് വരികയെന്ന് ചോദിച്ചു വെച്ചാൽ എങ്ങനെയാണ്? CnH2n+2. ഓക്കെ, CnH2n+2. ആൽക്കീന്റെ ആണെങ്കിലോ CnH2n.
ഇനി ഇവിടെ ആൽക്കൈന്റെ ആണെങ്കിലോ CnH2n-2 ഇത് മൂന്ന് പഠിച്ചു വെക്കണം. കാരണം ഇതിൽ താഴെ പറയുന്നവയിൽ ആൽക്കീൻ എങ്ങനെയാണ് ആൽക്കൈൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണമെങ്കിൽ ഇതറിയണം. ഇവിടെ എന്നിന്റെ പൊസിഷനിൽ അവിടെ എത്ര കാർബൺ ഉണ്ട് എന്നുള്ളതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു 2 കാർബൺ വന്നാൽ എത്ര ഹൈഡ്രജൻ വരും, ഇനി 3 കാർബൺ ആണെങ്കിൽ എത്ര ഹൈഡ്രജൻ വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ പഠിക്കണം. CnH2n+2 CnH2n-2. ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ ഓക്കെ ആയല്ലോ. ഏകബന്ധനാണെങ്കിൽ കെയിൻ, യായുടെ മോള് ചന്ദ്രകല. ഇനി കെട്ടുവള്ളി വന്നു വെച്ചാൽ ദ്വിബന്ധനാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ 2 ഒറ്റപ്പുള്ളി വന്നു കഴിഞ്ഞു വെച്ചാൽ ത്രിബന്ധനമാണ് എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കി വെക്കണം. ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, എനി വയ്യനി പഠിച്ചാൽ മതി. മലയാളത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് റാഡിക്കലുകൾ എന്ന് പഠിക്കണം അല്ലെ. എന്താണ് റാഡിക്കലുകൾ എന്ന് ചോദിച്ചു വെച്ചാൽ നമ്മുടെ ഈ CH4 എന്നുള്ളത് അല്ലെങ്കിൽ CH4 എന്ന് എടുത്തു അല്ലെ. CH4 എന്ന് പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ C2H6 ഇത് എത്ര എണ്ണം ഉണ്ട്, 2 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജനും ഉണ്ട്. C2H6 ആണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോ ഇത് പൂരിത ഹൈഡ്രോ കാർബൺ ആണ്. ഇതിന് എന്താണ്, അലസന്മാരായിരിക്കും. നമ്മൾ അലസവാതകം പഠിച്ചില്ലേ, അതുപോലെ അലസന്മാരായിരിക്കും. ഇവർക്ക് പണിയെടുക്കാനൊന്നും എന്ത് ചെയ്യില്ല, വയ്യ. അപ്പൊ ഈ കാർബണിനെ ഒന്നും കൂടെ ഉയർത്തി പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അതിലത്തെ ഒരു ഹൈഡ്രജനെ നമ്മൾ അവിടുന്ന് കളയും. വേണ്ട നീ പൊക്കോ എന്ന് പറഞ്ഞ് വിടും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അങ്ങനെ ചെയ്തു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ അതിനെ പറയും റാഡിക്കലുകളാക്കി എന്ന് പറയും. ഓക്കെ, CH4 ഒരു ഹൈഡ്രജനെ മാറ്റി അതിനെ എന്താക്കി, CH3 ആക്കി. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, റാഡിക്കൽ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ എന്താണ് റാഡിക്കലുകൾ എന്ന് മനസ്സിലായോ? റാഡിക്കൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് പൂരിത ഹൈഡ്രോ കാർബൺ ആയി നിൽക്കുമ്പോ അതിന് എന്തെടുക്കില്ല, പണിയെടുക്കില്ല. അപ്പൊ നമ്മൾ എന്തായിട്ട് മാറ്റും, അതിനെ ഒരു ഹൈഡ്രജനെ അവിടുന്ന് കളഞ്ഞിട്ട് റാഡിക്കൽ ആക്കി മാറ്റും. അതായത് പൂരിത ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റങ്ങളുടെ എല്ലാ സംയോജകങ്ങളിലും H അതിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ രാസപരമായിട്ട് അവർ എങ്ങനെയാണ്, പൊതുവെ ഉദാസീനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിലത്തെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നീക്കം ചെയ്യുമ്പോൾ അവർ പ്രവർത്തനശേഷിയുള്ള ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ റാഡിക്കലുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മീഥൈൽ റാഡിക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചു വെച്ചാൽ എങ്ങനെയാണ്, CH4 മീഥൈൻ ആണെങ്കിൽ CH3 ആണ് എന്ത്, റാഡിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് പിന്നെ എന്ത് പറയും, മീഥൈൽ. പിന്നെ എന്താണ് ഇതിന്റെ പേര്, മീഥൈൽ. ഓക്കെ, CH4 ആണെങ്കിൽ മീഥൈൻ ആണ്, CH3 ആവുമ്പോൾ അത് എന്തായിട്ട് മാറും, മീഥൈൽ. ചിലപ്പോ ഈ താവര ചിലപ്പോ ഈ താവര കേട്ടോ, ധാവര ഏത് വന്നു വെച്ചാലും കറക്റ്റ് ആണ്. ഇതായി കഴിഞ്ഞാൽ റാഡിക്കൽ ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്താവും, മീഥൈൽ എന്നാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നാമകരണം പഠിച്ചാലോ. നമ്മുടെ ഏകബന്ധനത്തിലെ നാമകരണമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത് കേട്ടോ. നോമൻക്ലേച്ചർ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ഇപ്പൊ മീഥൈൽ എന്നുള്ളത് നമുക്ക് അറിയണം, CH3 ആണ് മീഥൈൽ എന്ന്. അപ്പൊ ഈഥൈൽ എത്രയാണ് മക്കളെ, ഒന്ന് കമന്റ് ചെയ്യൂ. ഈഥൈലിന്റെ നമ്പർ എങ്ങനെ വരും, C2 മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3. ഈഥൈൽ പറഞ്ഞു വെച്ചാൽ 2 കാർബൺ വരണം അല്ലെ. 2 കാർബൺ വരുമ്പോ എത്ര ഹൈഡ്രജന്റെ എണ്ണം അവിടെ എത്രയാവും, ഹൈഡ്രജന്റെ എണ്ണം 5 ആവും, അല്ലെങ്കിൽ 6 ആണ് വേണ്ടത്. ഇവിടെ ഒന്ന് പോവില്ലേ, ഒരു ഹൈഡ്രജനെ പറഞ്ഞു വിടുകയല്ലേ നമ്മൾ റാഡിക്കൽ ചെയ്യുമ്പോൾ ചെയ്യണത്. അപ്പൊ C2H5 ഒരെണ്ണം പോവാ. C2ന് ശരിക്കും H6 ആണ് വേണ്ടത്. അതിൽ ഒരെണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്തു, റാഡിക്കൽ ആയിട്ട് പറഞ്ഞയച്ചു, ഒരു Hനെ പറഞ്ഞയച്ചു. പിന്നെ അത് ഏത് പേരിൽ അറിയപ്പെടും, ഈഥൈൽ. അതേപോലെ പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, പെന്റൈൽ, അതേപോലെ അങ്ങനെ പോകും. ഒരു ഹൈഡ്രജൻ ആറ്റം അവിടെ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈഥൈൽ, മീഥൈൽ അങ്ങനെ എഴുതണം. ഓക്കെ, ഇനി അടുത്താണ് നമ്മൾ പേര് കൊടുക്കാൻ പോവാണ് കേട്ടോ. പേര് കൊടുക്കാൻ പോവാണ്. പേര് കൊടുക്കുന്നത് ആരാണ്, നമ്മളാണോ പേര് കൊടുക്കുന്നത്? ഞാനാണ് ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഇങ്ങനെ പേര് കൊടുക്കാൻ പോണെന്ന് പറഞ്ഞാൽ വെച്ചാൽ സമ്മതിക്കോ, ഇല്ല. അതിന് പ്രത്യേക ഒരു സംഘടന എന്താ രസതന്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. IUPAC, ചിലപ്പോ അവിടുന്ന് ക്വസ്റ്റ്യൻ വരാം. IUPAC സൂറച്ച്, സ്വിറ്റ്സർലാൻഡിലെ സൂറച്ച് ആണ് ആസ്ഥാനം. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അല്ലെ, അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. IUPAC ആണ് ഇതിന് എന്ത് കൊടുക്കുന്നത്, പേര് കൊടുക്കുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പേരാണെങ്കിലും ഹൈഡ്രോ കാർബണിന്റെ നാമകരണമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും എല്ലാം ആരാണ്, ഏത് സംഘടനയാണ് ചെയ്യണമെന്ന് ചോദിച്ചു വെച്ചാൽ IUPAC സൂറിച്ച് ആണ് ആസ്ഥാനം. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് ആണ് ആസ്ഥാനം കേട്ടോ. ഓക്കെ, 1919 എന്ത് സ്ഥാപിച്ചത് അല്ലെ. നമ്മൾ ജാലിയൻ വാലാബാഗ് ആലോചിച്ചാൽ മതി. 1919. ഓക്കെ, ഇനി നമ്മൾ പേര് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ പേര് പറയണം, നിങ്ങൾ ചെയ്യോ അതോ ഞാൻ ഇവിടെ എഴുതിയതില് നിങ്ങൾ പേര് കൊടുക്കോ, എന്താ ചെയ്യേണ്ടത്?
നിങ്ങൾ പേര് വേഗം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, കാരണം നിങ്ങൾ എഴുതിയ എനിക്ക് CH3 CH2 ഒക്കെ എങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ വരയ്ക്കാം, അല്ല ഞാൻ എഴുതാ, നിങ്ങൾ പേര് കൊടുത്താൽ മതി. ഇതിന്റെ പേര് വേഗം പറയൂ, ഞാൻ പറയാ. CH3 CH CH2 CH CH3. ഈ രണ്ടെണ്ണത്തിന് മുകളിൽ എന്ത് വന്നിട്ടുണ്ട്? ചെയിനും കൂടെ വന്നിട്ടുണ്ട്. ഇതിന്റെ പേര് പറയൂ. CH3 CH CH2 CH CH3. ഇവിടുന്നുള്ള രണ്ടാമത്തേന്റെ മുകളിൽ CH3, ഇവിടുന്നുള്ള രണ്ടാമത്തേന്റെ താഴെ CH3. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കുക? നമ്മളാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം തന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പേര് നമ്മുടെ കയ്യിലാണ്, നമുക്കാണ് ഇതിന്റെ ഫുൾ റോൾ അല്ലേ. ഇനി നമുക്ക് പേര് കൊടുക്കാനുള്ള ഫുൾ റോളും. നേരെ മറിച്ച് നമുക്കൊരു ഇപ്പൊ നമ്മുടെ ഇതിന്റെ പേര്, അതായത് ഇതിന്റെ പേര് എന്താണ്? 2ലും 4ലും വന്നിട്ടുണ്ട് അല്ലെ. 2 8 കോമ ഇട 4 ഡൈ മീഥൈൽ ഹെക്സൈൻ ആണ് ഇതിന്റെ പേര്. ഹെക്സൈൻ ഇല്ലേ? 1 2 3 4 5 ഉള്ളൂ അല്ലെ. അപ്പൊ പെൻറ്റൈൻ ആണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലാണ് ഫുൾ കൺട്രോൾ അവർ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അടുത്ത് ചെയിൻ ഉള്ളവിടുന്ന് തുടങ്ങണം. അപ്പൊ വരൂ, ഇവിടെ 5 ഉണ്ട്. എങ്ങനെയാണ്? നമ്മൾ ഏതാണ് റാഡിക്കൽ ഗ്രൂപ്പ് എന്ന് നോക്കാം. CH3. ഇനി ഇതിപ്പോ ഈതൈൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ഏതെങ്കിലും ഒരെണ്ണത്തില് ഈതൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? C2H5 ആണ്. അത് എഴുതുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ചെയിനിലാണ് ഈതൈൽ ഗ്രൂപ്പ് വരുത്താൻ പോണത്. അപ്പൊ CH2 കഴിഞ്ഞിട്ട് വേണം CH3 എഴുതാൻ. കാരണം കാർബണിന്റെ 4 കൈകളും എന്തെങ്കിലും കൊണ്ട് ബന്ധനത്തിലാക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ CH3 3 ഹൈഡ്രജൻ ആയിട്ട് ഒരു ബോണ്ട് ഉണ്ട്, ഈ കാർബണുമായിട്ട് ഒരു ബോണ്ട് ഉണ്ട്. ഈ സീനാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഏകബന്ധനം ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഹൈഡ്രജനായിട്ട് ഒന്നുണ്ട്. 4 എണ്ണം ഒക്കെയാണ്. അതേപോലെ തന്നെ ഈ കാർബണിന്റെ കാര്യമാണെങ്കിൽ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 4 ഓക്കെ ആയി. ഇവിടെ ഈ ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ. അതുപോലെ ഓരോ കാർബണും ഹൈഡ്രജനും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. എന്നാലേ ഓർഗാനിക് കെമിസ്ട്രി പൂർണ്ണമാവുള്ളൂ. കാർബണിന് 4 കൈകളും എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പിടുത്തം ഉണ്ടാവണം. 4ന്റെ അപ്പുറത്തേക്ക് അതിന് പിടിക്കാനും പറ്റില്ല. ആ രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈതൈൽ ഗ്രൂപ്പ് എഴുതുമ്പോ ആദ്യം CH2 എഴുതിയിട്ട് എന്ത് എഴുതാൻ പാടുള്ളൂ? CH3 എഴുതാൻ പാടുള്ളൂ. ഓരോ കാർബണിനെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കുകയാണ്. ഈ കാർബൺ 1 2 3 4 എണ്ണമായി. ഈ കാർബണിന് ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, 2 ഹൈഡ്രജൻ, 4 കയ്യിലും പിടുത്തമായി. ഈ കാർബണിന്, താഴത്തെ കാർബണിന് ഇവിടെ ഒരു പിടുത്തം, ഇവിടെ 3 പിടുത്തം. അങ്ങനെ 4 കൈകളും ശക്തമായിരിക്കണം കേട്ടോ കാർബണിന്റെ. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? ഇതുപോലെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇതുപോലെ ചെയ്താൽ മാത്രമേ അവിടെ ശരിയാവുള്ളൂ. നമ്മൾ പെട്ടെന്ന് CH3 CH2 ഇട്ട് എടുത്തു കഴിഞ്ഞു വെച്ചാൽ അവിടെ തെറ്റും. നമുക്ക് അങ്ങനെ ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ എക്സാമിന്റെ ആ ലെവലിലേക്ക് വരില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം? കാര്യങ്ങൾ അറിയണം. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഈതൈൽ ആണ്. അപ്പൊ 2 4 ഡൈ മീഥൈൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്നിലും ഈതൈലും ഒന്നിലും മീഥൈലും ആണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം? പേര് മാറ്റി കൊടുക്കണം കേട്ടോ. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് എഴുതി നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ഞാൻ പറയാണ്, ഞാൻ പേര് പറയാം, നിങ്ങൾ എഴുതൂ, നിങ്ങൾ ചെയ്യൂ. 3,3 ഡൈ ഈഥൈൽ പെൻറ്റൈൻ എങ്ങനെ വരും? വേഗം എഴുതാ കേട്ടാ. 3,3 ഡൈ ഈഥൈൽ പെൻറ്റൈൻ. 3,3 ഡൈ ഈഥൈൽ പെൻറ്റൈൻ. എങ്ങനെ? ഇതാണ് ഞാൻ തന്നിരിക്കുന്ന പേര്. നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും എന്നൊന്ന് നിങ്ങളുടെ ബുക്കിൽ ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ചോദിച്ചോ. 3,3 ഡൈ ഈഥൈൽ പെൻറ്റൈൻ. വേഗാവട്ടെ. ഡൈ ഈഥൈൽ പെൻറ്റൈൻ. ഏതെങ്കിലും ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ പറയും. അവർക്ക് ഒരു സ്ട്രക്ചർ തരാൻ എളുപ്പമാണ്. അത് തന്നിട്ട് പേര് എഴുതാൻ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, എഴുതി അല്ലേ? എഴുതി. അപ്പൊ എങ്ങനെയാണ് 3,3 പെൻറ്റൈൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ 5 എണ്ണം ഇട്ട് വെക്കാം. 3 4 5 പെൻറ്റൈൻ. ഇനി ഇതിൽ തന്നെയാണ് 3യിൽ തന്നെയാണ് എന്ത് വരുന്നത്? ഈഥൈൽ പെൻറ്റൈൻ വരുന്നത് അല്ലെ. അതായത് ഈഥൈൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? CH2 CH3. ഇവിടെയും CH2 CH3. ഓക്കെ, ഇനി ബാക്കിയൊക്കെ ഇവിടെ CH3 CH2. ഇവിടെ ഇനി Hന്റെ ആവശ്യമുണ്ടോ? ഇവിടെ എന്തില്ല? 1 2 1 2 3 4 കാർബണിന്റെ 4 കൈയും അവിടെ പിടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ H ഇട്ട് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇവിടെ CH2, ഇവിടെ CH3. ഇതാണ് ഞാനിപ്പോ പറഞ്ഞ 3,3 ഡൈ ഈഥൈൽ പെൻറ്റൈൻ. ഇങ്ങനെ കിട്ടിയോ? രണ്ടാമത്തെ 3,3 ഡൈ ഈഥൈൽ പെൻറ്റൈൻ.
മക്കളെ നമുക്ക് ഇത് എഴുതാൻ വരില്ല. നമുക്ക് എന്ത് മാത്രം പഠിച്ചാൽ മതി. നമ്മളെ കൊണ്ട് ഇപ്പോ ഒരു പേര് തന്നിട്ട് 3 ഡൈ ഇതിൽ പെന്റൈൻ എങ്ങനെയാണ് ചോദിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 4 ഓപ്ഷൻ ഒക്കെ അവർക്ക് തരണം. അപ്പൊ അവരെങ്ങനെ ചോദിക്കുള്ളൂ? ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം. അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം ആദ്യം എത്രാമത്തെ കാർബണിലാണ് ഈ ചെയിൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നാമത് നോക്കണം. അതിനെ ഒന്നല്ലെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം. പക്ഷെ നമ്പർ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഈ ചെയിന് അടുത്തുനിന്ന് വരണം. അതായത് ഇവിടുന്ന് ഇപ്പൊ ഈ കാര്യത്തിലും 2 മൂന്നാമത്തെയാണ് വരുന്നത്. ചിലപ്പോ ഇവിടെ ആയിരിക്കും ചെയിൻ വരിക. അപ്പൊ എവിടുന്ന ഏത് അറ്റത്തുനിന്ന് എളുപ്പം? ഇവിടുന്നല്ലേ എളുപ്പം. അപ്പൊ ഇവിടുന്ന് രണ്ടാമത്തെ ആയിട്ട് വരും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഇനി എത്ര എണ്ണം ടോട്ടൽ ഉണ്ട് എന്ന് നോക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുന്ന റാഡിക്കൽ ഗ്രൂപ്പ് ഈഥൈലാണോ മീഥൈലാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇത്രയും ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് കൊടുക്കാം? പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു പേരിടുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പേരിടുന്ന ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ളത് തരാം കേട്ടോ. ചെറിയ ക്വസ്റ്റ്യൻ, നിങ്ങൾ വേഗം പേരിടണേ. ഇതിന്റെ പേര് വേഗത്തിലിടൂ. ഈ ഒരൊറ്റ എക്സാമ്പിൾ ചെയ്താൽ മതി, വേറെ ഒന്നും പറയണ്ട. ഇങ്ങനെ വരുള്ളൂ. സ്ട്രക്ചർ തന്നിട്ട് പേര് എഴുതാനേ ഉറപ്പായിട്ടും വരുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പേര് തന്നിട്ട് എന്തായാലും സ്ട്രക്ചർ വരില്ല. കാരണം 4 ഓപ്ഷൻ ഇടാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ ലോങ്സ്റ്റ് ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. ഇവിടുന്ന് ഇതിന്റെ ഏത് തുടക്കത്തിൽ നിന്ന് ഇത് വരുന്നത്? അടുത്തായിട്ട് വരുന്നത് ഇവിടുന്ന് എണ്ണുമ്പോ മൂന്നാമത്തെയാണ് വരിക അല്ലെ. ഇവിടുന്ന് എണ്ണുമ്പോ രണ്ടാമത്തെ ആയിട്ട് വരും. അപ്പൊ ഇവിടുന്ന് വേണം നമ്മൾ നമ്പർ ചെയ്യാൻ കേട്ടോ. 1 2 3 4 എന്ന് നമ്മൾ നമ്പർ കൊടുത്തു. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഏതിന്ന് തുടങ്ങുമ്പോഴാണോ അടുത്ത ചെയിൻ വരുന്നത് അതിനെ അനുസരിച്ച് നമ്പർ ചെയ്യുക. ഇനി ഏത് ചെയിനിലാണ് വന്നിരിക്കുന്നത്? 2. ആ 2 ആദ്യം ഇട്ടു, എന്നിട്ട് ഒരു ഹൈഫൺ ഇട്ടു. അവിടെ വന്നിട്ടുള്ള ഈ ചെയിനിന്റെ താഴെ വന്നിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്? മീഥൈൽ ആണ് അല്ലെ. മീഥൈൽ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പാർട്ടായി. ഇനി മെയിൻ ആയിട്ട് എത്ര ഹൈഡ്രജൻ കാർബൺ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 എല്ലാത്തിലും സിംഗിൾ ബോണ്ട് ആണ്. 4 എണ്ണം സിംഗിൾ ബോണ്ട് വന്നു വെച്ചാൽ നമ്മൾ അതിനെ എന്ത് പറയും? ബ്യൂട്ടൈൻ. ഇതാണ് അതിന്റെ പേര്. 2 മീഥൈൽ ബ്യൂട്ടൈൻ, 2 മീഥൈൽ ബ്യൂട്ടൈൻ. അത്രേ ഉള്ളൂ. ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇത്രേ ഉള്ളൂ. 2 എണ്ണം 2 ഭാഗത്തേക്കും വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഏതിന്റെ തുടക്കത്തിൽ ഏതാണോ അടുത്ത് വരുന്നത് അതിന് നമ്പർ കൊടുക്കണം കേട്ടോ. 1 മീഥൈൻ വന്നോട്ടെ, ഈഥൈൻ വന്നോട്ടെ, അതൊന്നും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട. ഏത് കാർബണിന്റെ ഏതായത് ലെഫ്റ്റിൽ നിന്നാണോ തുടങ്ങുമ്പോൾ എളുപ്പം, റൈറ്റിൽ നിന്നാണോ അത് അടുത്ത് വരുന്നത് അത് മാത്രം അവിടെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി. എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ വരില്ല, അത് ഉറപ്പാണ്. കാരണം നമ്മൾ 10ാം ക്ലാസ്സിന്റെ എക്സാം ഒന്നും അല്ല എഴുതണത്. നമ്മള് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ടീച്ചർ ആവാനുള്ള എക്സാം ആണ് എഴുതണത്. ഒന്നാമത് അവർക്ക് ക്വസ്റ്റ്യൻ ഇത്ര വലുതിടാൻ ബുദ്ധിമുട്ടാണ്, പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് വരില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഏതിന്റെ പഠിച്ചു? സിംഗിൾ ബോണ്ട് വരുന്നതിന്റെ നാമകരണം പഠിച്ചു.